നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വീട്ടിനുള്ളിലെ ചെറിയ പ്രശ്നങ്ങൾ വലിയ തർക്കങ്ങളായി മാറുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തരം കുടുംബ പ്രശ്നങ്ങൾ സ്നേഹപൂർവ്വമായി കൈകാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഇന്നത്തെ കുഞ്ഞുകളിയല്ലിത് ജീവിതം എന്ന ഈ പ്രോഗ്രാം കൊണ്ട് YP ലക്ഷ്യമിടുന്നത്. ചിരിയോടെ ചിന്തയോടെ മനസ്സിൽ ഒരു ചെറിയ മാറ്റമുണർത്താൻ ശ്രമിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഷാർജയുടെ യുവജന പ്രസ്ഥാനമായ YP അഭിമാനപൂർവ്വം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു കുഞ്ഞുകളിയല്ലിത് ജീവിതം. അല്ല നിന്റെ മ്യൂസിക് വരണ്ടേ? Good evening, everyone. എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഫോർ ക്രൈസ്റ്റ് TV അവതരിപ്പിക്കുന്ന കുഞ്ഞുകളിയല്ല ജീവിതം എന്നുള്ള ഷോയിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ വളരെയധികം വിവാഹമോചനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷനാണ്. സോ അതിന് പരിഹാരം കണ്ടെത്താനാണ് നമ്മൾ ഈ ഷോ ഒരുക്കിയിരിക്കുന്നത്. സോ നമ്മുടെ ഈ ഷോയിലേക്ക് കിടക്കാം. അതുപോലെ ഒരു കാര്യം കൂടെ ഓർമ്മ വെച്ചോട്ടെ, ഈ ഷോയിന് കപ്പിൾസായിട്ട് വന്നവർ അടിച്ചു പിരിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആദ്യമായി ഈ കപ്പിൾസിനെ നേർവഴിക്ക് നടത്തുവാൻ നമുക്ക് ജഡ്ജസിനെ നമുക്ക് വിളിക്കാനുള്ള സമയമാണ്. സോ ലെറ്റ്സ് വെൽക്കം ഡോക്ടർ ഷിജു വെട്ടിക്കാട്, MD സൈക്കോളജി. നമ്മുടെ ആദ്യത്തെ ജഡ്ജിനെ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത ജഡ്ജിനെ വിളിക്കാനുള്ള സമയമാണ്. സോ ലെറ്റ്സ് വെൽക്കം അഡ്വക്കേറ്റ് ജെയിംസ് ചെങ്ങന്നൂർ, MD എന്താ വാക്കറിയോ. നമ്മുടെ രണ്ടാമത്തെ ജഡ്ജിനെ നിങ്ങൾ പരിചയപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇനി മൂന്നാമത്തെ ജഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന്റെ മകനുമായ അതുപോലെ ചർച്ചിന്റെ സെക്രട്ടറി ആവാൻ നേരിയ സാധ്യതയുള്ള ഒരു മഹത് വ്യക്തിയാണ് ഞാൻ മുന്നോട്ട് വിളിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ബ്രദർ ലാലു ചെറിയ. ആ ഊഷാന്താടിക്കാൻ എന്തിനാ നടുക്കത്തെ കസേര കയറിയിരിക്കുന്നു? ആ ഊഷാന്താടിക്കാൻ എന്തിനാ നടുക്കത്തെ കസേര ഇരിക്കുന്നത്? അത് എൻ്റെ കസേരയാണ്, ഞാൻ പറഞ്ഞതല്ലേ. അയ്യോ സാർ, നമ്മൾ അടുത്ത ഷെഡ്യൂളിൽ ശരിയാക്കാം, അലമ്പാക്കല്ലേ പ്ലീസ്. ഈ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡാഡിയെ വിളിക്കാം. അയ്യോ വേണ്ട സാർ, പ്ലീസ് വേണ്ട, ഇന്നത്തെ അഡ്ജസ്റ്റ് ചെയ്യും. നീങ്ങിയിരിക്കാൻ പറയണേ പ്ലീസ്, ഒന്ന് സഹകരിച്ചേ. അയ്യോ ഡോണ്ട് ടച്ച് മീ പ്ലീസ്. താങ്ക് യു. നമ്മുടെ അടുത്തതായി നമ്മുടെ എല്ലാ ജഡ്ജസിനെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമ്മുടെ ഫസ്റ്റ് കപ്പിളിനെ വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ആൻഡ് മിസ്സസ് പോൾ ഫ്രം തൃശ്ശൂർ.
മിസ്റ്റർ പോൾ. ഹായ് മിസ്സസ്. നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? എൻ്റെ പേര് പോള്. നാട്ടൂർ എന്നെ പോളേന്ന് വിളിക്കും. ഇവിടെ വീട് മാള, ഇവിടെ തൃശ്ശൂരേ. ഓ ഐ സി. അങ്ങനെ ഒരു ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. നൈസ്. മാമിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുവോ? और मेरी नाम मिस प्रीति हूँ। ഓ നാ. मैं अहमदाबाद की एक छोटी सी गांव से आ रही हूँ। ചാനൽ മാറിപ്പോയോ? കുട്ടിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. പോളേട്ടാ, ലവ് മാരേജ് ആയിരുന്നാ? എന്ത് പറയാൻ എൻ്റെ ഇഷ്ടമോ? ഓ അല്ല സോറി സാറേ, നമുക്ക് നമ്മുടെ വീക്ക്നെസ് ചപ്പാത്തിയേ ചെറുപ്പം മുതലേ. അങ്ങനെ വീട്ടുകാരല്ലെങ്കിൽ ചേർന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ക്രാവിനെ കൊണ്ടാ കെട്ടിച്ചു. ഇപ്പോൾ ഇവൾക്കാണെങ്കിൽ പൊട്ടറ്റോ അല്ലാണ്ട് ഒരു സാധനം അറിയില്ല. ആലു പൊട്ടറ്റോ അതല്ലാണ്ട് ഒന്നും ഇറങ്ങില്ല. രാവിലെ ആലു പൊറാട്ട, ഉച്ചയ്ക്ക് ആലു ഭീണ്ടി, വൈകിട്ട് ആലു ഗോപി. ആകെ മൊത്തം ഗോപി എൻ്റെ സാറേ. എനിക്ക് ജീവിതം ഞാൻ മടുത്തു സാറേ. അങ്ങനെ പെട്ടെന്ന് ജീവിതം എടുക്കാൻ വരട്ടെ മിസ്റ്റർ പോൾ. നമുക്കെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ ഈ ഭക്ഷണമല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്താണ്? എൻ്റെ സാറേ, അതൊരു പ്രശ്നമല്ലേ എൻ്റെ സാറേ. എനിക്ക് ഇച്ചിരി മോട്ടർ റൈസ് വേണം. ഇവൾക്കാണെങ്കിൽ ബാരിക് റൈസ് മതി. എനിക്കാണെങ്കിൽ ഇച്ചിരി ബീഫും ഇച്ചിരി മീനും ഇച്ചിരി ചമ്മന്തിയും ഇച്ചിരി മോരും ഒക്കെ വെച്ച് കുഴച്ച് അങ്ങനെ കഴിക്കും. എന്ത് സുഖം. പക്ഷെ ഇവൾക്കാണെങ്കിൽ ഡാലും പൊട്ടറ്റോ അല്ലാണ്ട് ഒരു സാധനം ഇഷ്ടമല്ല എൻ്റെ സാറേ. അല്ല മിസ്റ്റർ പോൾ, ചപ്പാത്തി കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കല്യാണം കഴിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണോ? അത് ബാക്കി വിഷയങ്ങൾ വിടൂ. ഇപ്പോൾ അല്ലാത്തൊരു പ്രശ്നമല്ല പോൾ. മിസ്റ്റർ പോൾ പറയുന്നത് കേൾക്കൂ. ഇപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറയൂ. सर मुझे കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സർ ഞാൻ പറഞ്ഞോട്ടെ? എന്നാ പിന്നെ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ടാവും. പോളേട്ടൊന്നും മിണ്ടായിരിക്കേ. കുട്ടി പറയൂ. സർ ഈ ആദ്മി എന്തൊക്കെ പ്രോമിസ് ചെയ്തെന്നറിയോ ഞാൻ കല്യാണം കഴിച്ചത്? എല്ലാ ആഴ്ചയിലും ഔട്ടിങ്ങിന് പോവാം, പല കൺട്രീസിൽ ട്രാവൽ ചെയ്യാം, ഫുഡെല്ലാം കഴിക്കാം. എന്നിട്ട് യൂണിയൻ ചർച്ചിലല്ലാതെ വേറെ എന്നെ കൊണ്ടുപോയില്ല. ഓ സാഡ്. മിസ്റ്റർ പോൾ, അത് വളരെ മോശമായ കാര്യമാണ്. നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വന്ന കുട്ടിയല്ലേ ഇത്? വല്ലപ്പോഴും പുറത്തു കൊണ്ടുപോയിക്കൂടെ? എൻ്റെ സാറേ, കഴിഞ്ഞ മാസങ്ങളിൽ പോയിട്ടുള്ളൂ ഇന്റർനാഷണൽ ട്രിപ്പേ. സർ ജൂട്ട് സർ ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലോട്ടാ പോയത്. ഇങ്ങനത്തെ ഫാമിലി का कर उधर किसको जाना है सर? ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോയില്ലേ? കേരളവും ഇന്റർനാഷണൽ ആണല്ലോ. കേരളം ഇന്റർനാഷണൽ അല്ലേ? वो छोड़ो, 30 दिन हम ആനുവൽ ലീവിന് വേണ്ടി നാട്ടിൽ പോയി. ഓക്കെ, ഹോട്ടലിലൊക്കെ പോകുന്നതിൻ്റെ തൊട്ട് ഇന്ന് ഉച്ചയ്ക്ക് ചെക്ക് ചെയ്തു, നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്തു. സർ മേരി ജീവിതം ബർബാദ് സർ. അല്ല, കുട്ടീനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യ വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞ 1-2 ദിവസങ്ങളിൽ നിൽക്കുന്നത് ഒരു പ്രശ്നമാ. കുട്ടീൻ്റെ കാര്യം, പോളേട്ടർ കാര്യം എനിക്ക് മനസ്സിലാവും. സാറ് നമ്മുടെ കെടിയാട്ടാ. സാറിന് കാര്യം മനസ്സിലായി. അതെ സാറുമാരെ, ഞങ്ങൾ ഇത്രയും കാശ് മുടക്കി ഇവിടെ വന്നതേ ഈ എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനാ. നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണണം, അല്ലെങ്കിൽ വെറുതെ ഈ വണ്ടിക്കാശ് പോയിട്ടാ. മിസ്റ്റർ പോൾ, ഞാനൊരു അഡ്വൈസ് തരാം. എൻ്റെ അഭിപ്രായത്തിൽ കുടുംബജീവിതം പരസ്പരം ഒരു കോംപ്രമൈസിൽ പോകേണ്ടതാണ്. മൺഡേ ആൻഡ് ട്യൂസ്ഡേ നിങ്ങൾ ബീഫ് കഴിക്കുമ്പം വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ദാൽ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തൂടെ? സഹി ബോലാ. യെസ്, അബ്സല്യൂട്ട്ലി. അഡ്വക്കേറ്റ് സാർ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ ഒന്നുകൂടെ ക്രിസ്തുവാകുന്ന മൂലക്കൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഉറപ്പിക്കാനുണ്ട്. നിങ്ങൾ ഈ ക്ഷണികമായ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്നതായ ഈ വിവാഹ ജീവിതം നിങ്ങൾക്ക് ആസ്വദിപ്പാനും ആശ്ലേഷിപ്പാനും ഉള്ളതാണ്. अच्छा ये बंदा क्या बोल रहे हैं? ये आश्लेष में क्या मतलब है? मुझे कुछ साधारण भाषा में बोलो. വ്യക്തമാക്കാം. ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന കിടാവേ. ഞാൻ വീട്ടിൽ ചെന്നെല്ലാം പറഞ്ഞിരുത്തില്ല ഡീറ്റെയിൽ ആയിട്ട്. സാറ് പോലോ സാർ. സി മിസ്റ്റർ പോൾ, ഉദാഹരണത്തിന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ദിവസങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു പോകൂ. എത്ര മനോഹരമായ മധുര നിമിഷങ്ങളാണ് നിങ്ങൾ പങ്കിട്ടത്. അന്ന് നിങ്ങൾക്ക് ഈ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് നിങ്ങൾ ആ പുതുമോടിയിൽ നിങ്ങളുടെ പ്രേമത്തിൽ പ്രണയത്തിൽ നിങ്ങൾ മുഴുകിയിരുന്ന ദിവസങ്ങൾ, സമയങ്ങൾ. ആ സമയങ്ങളിലേക്ക് തിരിച്ചു പോയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളൂ നിങ്ങൾക്ക്. Wow!
വളരെ നല്ലൊരു അഡ്വൈസ് ആയിട്ടാണ് ഡോക്ടർ ഷിജു നമ്മുടെ മുന്നിൽ പങ്കുവച്ചിരിക്കുന്നത്. സോ എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങളിത് ജീവിതത്തിൽ പ്രാഗൽഭ്യമാക്കുമെന്ന്. താങ്ക് യു മിസ്റ്റർ പോൾ. താങ്ക് യു മിസ്സസ് പോൾ ഫോർ ജോയിനിങ്. താങ്ക് യു. നമ്മുടെ ആദ്യത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത സെഷനുള്ള സമയമാണ്. പക്ഷെ അതിന്റെ മുൻപേ ഒരു ഷോർട്ട് ബ്രേക്കിന് പോയിട്ട് വരാം. ദേ പോയി ദാ വന്നു. നാട്ടിൽ പടരുന്ന പനിയുടെ കാരണം എന്തെന്നറിയാമോ? അറിയില്ലല്ലോ. ഒളിച്ചിരിക്കുന്ന അണുക്കൾ. എവിടെ നിങ്ങളുടെ ബാത്റൂം? അവിടെ. പുറമേ നിങ്ങളുടെ ബാത്റൂം കാണാൻ എന്തു ഭംഗി, എന്നാൽ ഇവയിൽ ഒളിച്ചിരിക്കുന്ന അണുക്കളുണ്ട്. അതെയോ? ഫ്ലഷ് ആൻഡ് ക്ലീൻ ഉപയോഗിക്കൂ. ഒളിച്ചിരിക്കുന്ന അണുക്കളെ തുരത്തൂ. മോ അല്ലെങ്കിൽ വാ. മോമിന്റെ ഫാബ്രിക് സോഫ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇയാൾ പിന്നെ വന്നോ? You have a bottle, but no cap. You have a biryani, but no patram. You have communion, but no cup. We are ready for you. For last 20 years, we have been serving Hindi communities and some Malayali communities in UAE. We have several dedicated employees working 24/7. We use technology. We have computer background staff. Satisfaction guaranteed. And definitely, Albersha Plastics. Albersha Plastics. വെൽക്കം ബാക്ക് ടു ദി നെക്സ്റ്റ് സെഷൻ ഓഫ് കുഞ്ഞുകളിയല്ല ജീവിതം. നിങ്ങൾക്ക് ആദ്യത്തെ സെഷൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത സെഷനുള്ള കപ്പിൾസിനെ നമുക്ക് മുന്നോട്ട് ക്ഷണിക്കാം. സോ നിങ്ങൾ റെഡിയല്ലേ? യെസ്. സോ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ആൻഡ് മിസ്സസ് ചാക്കോച്ചൻ ഫ്രം കോട്ടയം. ഹായ് മിസ്റ്റർ ചാക്കോച്ചൻ, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. എൻ്റെ പേര് ചാക്കോച്ചൻ. ഇത് വൈഫ് ശോശാമ്മ. ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ലൈഫിലാണ്. ഇപ്പോൾ ചർച്ചിൻ്റെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചു. ഓ നൈസ്. മാം, എൻ്റെ പേര് ശോശാമ. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അത്ര ഹാപ്പി അല്ല. ചാക്കോച്ചൻ ഹാപ്പി ആണെങ്കിൽ ശൗചമ്മ ചേച്ചിയും ഹാപ്പി ആകേണ്ടതല്ലേ? എൻ്റെ പൊന്നു സാറ്, ഇദ്ദേഹം ഫുൾ ടൈം ചർച്ചിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുക. എൻ്റെ കാര്യവും നോക്കാറില്ല, വീട്ടിലെ കാര്യവും നോക്കാറില്ല. അപ്പം നല്ലൊരു ആത്മീയനാണ് നമ്മുടെ ചാക്കോ സാർ അല്ലേ? ഫുൾ ടൈം ചർച്ചിന് വേണ്ടി നടക്കുവാണല്ലോ. പിന്നെ ആത്മീയത, സഭയുടെ അകത്ത് എന്ന് അഭിപ്രായങ്ങളൊന്നും പറയാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ പാർക്കിംഗ് ലോട്ടിന്റെ പുറത്ത് വരുമ്പോ കാണണം തനി സ്വഭാവം. എൻ്റെ ജഡ്ജിമാരെ, എനിക്ക് അഭിപ്രായം ഒന്നുമില്ല. 2 വർഷമായിട്ട് ഞാൻ ഇഷ്ടം പോലെ അഭിപ്രായം കേട്ടു. ഇപ്പോൾ ആണെങ്കിലും എനിക്ക് മൊബൈൽ പോലും അഭിപ്രായം കേട്ടിട്ട് നോക്കാൻ പറ്റത്തില്ല. അതിനകത്ത് റീൽസ് എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്ത് ഫുൾ അഭിപ്രായങ്ങളാണ് വരുന്നത്. നമ്മുടെ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അഭിപ്രായം ഒന്നും പറയല്ലേ, പാപം വരുമെന്ന്. അതുകൊണ്ട് ഇനി ഞാൻ അഭിപ്രായം ഒന്നും അധികം പറയത്തില്ല. ഏതാണോ ദേവദാസൻ? ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്തു നിന്ന് വന്ന ദേവദാസനാണത്. ആമേ
മറ്റേ കൺവെൻഷനിലൊക്കെ പ്രസംഗിച്ചിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാസ്റ്റർ അല്ലേ? അതെ 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 ആ, അറിയാം അറിയാം അറിയാം. എന്റെ പൊന്നു സാറ്, ഇദ്ദേഹം അത്ര വലിയ ആത്മീയനാണെങ്കിൽ എന്തിനാണ് സൂം മീറ്റിംഗ് നടക്കുമ്പോ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ 5 ദിവസത്തെ ബൈബിൾ ക്ലാസ്സിന് ഫുൾ ടൈം സൂം ഓഫ് ചെയ്തായിരുന്നേ. അവിടെ നിന്ന് IPL കാണുകയായിരുന്നു. എൻ്റെ ജഡ്ജിമാരെ, ഞാൻ IPL ഒന്നും കാണാനല്ലേ, എനിക്കാണെങ്കിൽ ഇച്ചിരി ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇരുന്ന് ഉറങ്ങിപ്പോകുമോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സഭയിലെ ഒരു പയ്യൻ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ഉറങ്ങിയ കഥ നിങ്ങൾക്ക് അറിയത്തില്ലേ? ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഉറങ്ങിപ്പോയോ? അതേതാ മഹാൻ? അത് ഇടയ്ക്ക് വെച്ചൊന്ന് വൈറലായതല്ലേ? അതെ അതെ അതെ. ആ, ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പറഞ്ഞതിന് എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ആ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതെ അതെ, തന്നിട്ടുണ്ട്. ടെക്നിക്കൽ ടീം ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. അതെ, ആ കർത്താവിന്റെ സാന്നിധ്യം ഇപ്പോഴും ഇന്നും നമ്മായിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു. കുട്ടികളുടെ കാര്യത്തിലൊക്കെയോ? കുട്ടികളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല ശ്രദ്ധയുണ്ടോ? ബലപ്പെടുത്തിയ കുട്ടികളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല ശ്രദ്ധയുണ്ടോ? പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ടെക്സ്റ്റ് ബുക്ക് മേടിക്കാനായിട്ട് സ്കൂളിൽ വിട്ടതാ. അവിടെ ചെന്നപ്പോ എന്നെ ഫോൺ വിളിച്ച് ചോദിക്കുക പിള്ളേർ ഏതൊക്കെ ഗ്രേഡിലാ പഠിക്കണതെന്ന്. നമ്മുടെ HM ആപത്തം പറ്റിയെന്നാണല്ലോ കേട്ടേക്കുന്നത്. ഇതൊക്കെ പോട്ടെ, പാസ്റ്റർ ഒന്ന് വീട്ടിൽ വരുമ്പോ കാണണം. പുള്ളിയുടെ നാക്ക് എവിടെ പോയി നമുക്ക് പറയാൻ പറ്റില്ല. എന്താ അങ്ങനെ? നമ്മുടെ ദേവദാസൻ ഒരു നല്ല ദേവദാസനാണ്. അപ്പോൾ വീട്ടിൽ കടന്നു വരുമ്പോൾ ഒന്ന് പ്രൈസ് ലോഡ് തരും, ഞാനും ഒരു പ്രൈസ് ലോഡ് കൊടുക്കും. പിന്നെ ഒന്ന് ചിരിക്കും, ഞാനും ചിരിക്കും. പിന്നെ ഒരു ചെറിയ വിഷയ ദാരിദ്ര്യം വരും. പിന്നെ ആശ്വാസം ഒരു ചിപ്സ് കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ സൗണ്ട് കുറച്ചു നേരം കേൾക്കാം. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ദേവദാസൻ വചനം സംസാരിക്കുമ്പോൾ നല്ലതായിട്ട് സംസാരിക്കും. നിങ്ങൾക്കറിയത്തില്ലേ, സ്ത്രീകൾ 25,000 വാക്ക് സംസാരിക്കുമ്പം ആണുങ്ങൾ ആകെ 5,000 വാക്കേ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അധികം സംസാരിക്കാത്തത്. അതെ, അപ്പോൾ പാസ്റ്റിനെ കുറ്റം വേണ്ടതല്ല. നിഷ്കളങ്ക ഹൃദയമുള്ളവരൊന്നും അധികം സംസാരിക്കും. ഞാൻ വീട്ടിലധികം സംസാരിക്കാറില്ലല്ലോ. അതൊക്കെ വിടൂ. ഇതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഈ പ്രശ്നങ്ങളുണ്ട്. പുള്ളി ഫുൾ ടൈം ഫോണിലാ, ഏത് നേരവും ഈ ഫോണിന്റെ പുറത്ത് തന്നെ ഇരിക്കുന്നത്. അതെന്താ ചാക്കോ സാർ അങ്ങനെ? നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഒരു ചർച്ചിൻ്റെ സെക്രട്ടറി ആയി കഴിഞ്ഞ് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുത്തില്ല, എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയാം. ഒരു ദിവസത്തെ ആരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം കോൾ വരും. AC-ക്ക് തണുപ്പ് കൂടി, AC-ക്ക് തണുപ്പ് കുറഞ്ഞു. അത് കഴിയുമ്പോൾ അടുത്ത് വരും, പാട്ടിൻ്റെ പിച്ച് പോയി, സ്കെയില് പോയി. എനിക്കാണെങ്കിൽ പിള്ളേരുടെ സ്കെയിലല്ലാതെ ഒരു സ്കെയിലിന് ഒന്നും അറിയത്തുമില്ല. പിന്നെ അടുത്ത പിന്നെ 2 അവന്മാരുണ്ട്. അവന്മാരോട് സൗണ്ട് കൂട്ടാൻ പറഞ്ഞാൽ സൗണ്ട് കുറയ്ക്കും, സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞാൽ സൗണ്ട് കൂട്ടും. ഇതെല്ലാം പോട്ടെ, YP സെക്രട്ടറി എല്ലാ ആഴ്ചയിലും എന്നെ വിളിച്ച് പറയും, നമുക്ക് മിഷൻ ട്രിപ്പിന് പോകണം. വല്ലാത്തൊരു ചൂട്. എന്നാൽ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ട് വന്നാൽ പോലും മിഷൻ ട്രിപ്പിന് പോകുന്ന കാര്യം നടക്കുമെന്ന് അറിയത്തില്ല. അല്ല, ഞാൻ പറയട്ടെ, അപ്പൊ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഫോൺ ഉപയോഗിക്കുന്നതോ? അത് പിന്നെ ആത്മീയ കാര്യങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്. നാളത്തെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ റിമൈൻഡർ ഇടണം, പിന്നെ അത് പോസ്റ്റ് ഇടണം, അങ്ങനെ പല കാര്യങ്ങൾ വരും. ജഡ്ജിമാർ തന്നെ പറ, ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി ഞാൻ ഇനി കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം കൂടി നോക്കി നടത്തണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇപ്പൊ ഒന്നും പറയല്ലേ, ചൊറിഞ്ഞോണ്ടിരിപ്പുണ്ടല്ലോ, പറ. മൂലക്കല്ലേ പറയാം. ഞാനങ്ങോട്ട് പറയാൻ തുടങ്ങുകയായിരുന്നു. ചക്കു സാറേ, നിങ്ങൾ ആത്മീയ കാര്യത്തിന് വേണ്ടി ഓടുന്നതൊക്കെ വളരെ നല്ലതാണ്. ചർച്ചിന് വേണ്ടി നമ്മൾ ഓടുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിലൊരു വലിയ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നിങ്ങൾക്ക് ഒരു കുടുംബവും ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ ഓടുമ്പോൾ, ശോശമ്മ ചേച്ചി, നിങ്ങൾ ഒരുമിച്ചാണ് കൈത്താങ്ങൽ കൊടുത്ത് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ അതേസമയം ചാക്കോ സാർ, നിങ്ങളുടെ കുടുംബവും ഒരുപോലെ കൊണ്ടുപോകണം. അപ്പോൾ അത് രണ്ടും മതി. അവർക്കൊന്നും മനസ്സിലായില്ല. മാഡം പറ ബാക്കി. അത് വളരെ ഒരു നല്ലൊരു സജഷൻ ആയിരുന്നു, നല്ലൊരു അഡ്വൈസ് ആയിരുന്നു ബൈ ഡോക്ടർ ഷിജു. അത് എനിക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്കും അത് അവരുടെ ജീവിതത്തിൽ പ്രാബല്യമാകട്ടെ. താങ്ക് യു മിസ്റ്റർ ചാക്കോച്ചൻ. താങ്ക് യു മാം. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. സോ അതിന് മുന്നേ ഇതിന് സഹകരിച്ച ജഡ്ജസിനും അതിൽ വന്നു ചേർന്ന കപ്പിൾസിനും അതുപോലെ നിങ്ങളെല്ലാ പ്രേക്ഷകർക്കും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡിനായി നിങ്ങൾ കാത്തിരിക്കുന്നു.
ഉറച്ച വിശ്വാസത്തോടെ ദിസ് ഇസ് ബെനീറ്റ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.